കടലിടുക്കിലെ തന്ത്രപ്രധാനമായ സമുദ്രപാതയിൽ ആഴ്ചകളോളം നീണ്ടുനിന്നിരുന്ന സംഘർഷഭരിതമായ അന്തരീക്ഷത്തിന് താൽക്കാലിക അയവ് വരുത്തിക്കൊണ്ട് അമേരിക്ക പിടിച്ചെടുത്ത ഇറാനിയൻ കപ്പലും അതിലെ ജീവനക്കാരെയും വിട്ടയച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാധ്യമമായ ABC ന്യൂസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് US സെൻട്രൽ കമാൻഡ് ഈ വിവരം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അമേരിക്കൻ ഉപരോധം മറികടക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് പിടിച്ചെടുത്ത കപ്പൽ അതിന്റെ ഉടമസ്ഥർക്ക് തന്നെ തിരികെ നൽകാൻ വാഷിംഗ്ടൺ തീരുമാനിച്ചത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കപ്പലിലുണ്ടായിരുന്ന 22 ജീവനക്കാരെ നാട്ടിലേക്ക് തിരിച്ചയക്കുന്നതിനായി പാകിസ്ഥാനിലേക്ക് മാറ്റിയതായി സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. ഇതിനു മുൻപ് തന്നെ 6 ജീവനക്കാരെ മറ്റു സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിരുന്നു. അമേരിക്കൻ നാവികസേനയുടെ ഉപരോധം ലംഘിച്ച് മുന്നോട്ടു പോകാൻ ശ്രമിച്ച കപ്പലിനെ നാടകീയമായ നീക്കങ്ങളിലൂടെയാണ് US പിടിച്ചെടുത്തത്. മുന്നറിയിപ്പ് വെടിയുതിർത്തും US മറീനുകൾ കപ്പലിലേക്ക് അതിക്രമിച്ചു കയറിയും നടത്തിയ ഈ സൈനിക നടപടി വലിയ നയതന്ത്ര പ്രതിസന്ധിക്ക് കാരണമായിരുന്നു. എന്നാൽ ഈ സംഭവത്തെ ഇറാന്റെ ഒരു വലിയ തന്ത്രപ്രധാന വിജയമായിട്ടാണ് ടെഹ്റാൻ ഇപ്പോൾ വിശേഷിപ്പിക്കുന്നത്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾക്കും ഭീഷണികൾക്കും മുന്നിൽ തങ്ങൾ മുട്ടുമടക്കില്ലെന്ന സന്ദേശം ലോകത്തിന് നൽകാൻ ഈ സംഭവത്തിലൂടെ സാധിച്ചുവെന്ന് ഇറാൻ അവകാശപ്പെടുന്നു. ആഴ്ചകളോളം കടലിൽ തുടർന്ന ഈ വടംവലിക്കൊടുവിൽ അമേരിക്കയ്ക്ക് കപ്പൽ വിട്ടുകൊടുക്കേണ്ടി വന്നത് അവരുടെ നയതന്ത്രപരമായ പിന്നോട്ടു പോക്കാണെന്ന് ഇറാനിയൻ മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. ഹോർമൂസ് കടലിടുക്ക് പോലുള്ള നിർണായക മേഖലകളിൽ അമേരിക്ക നടത്തുന്ന സൈനിക ഇടപെടലുകൾക്കും ഉപരോധങ്ങൾക്കും ഏൽക്കുന്ന വലിയൊരു തിരിച്ചടിയായിട്ടാണ് ഇതിനെ സൈനിക നിരീക്ഷകർ കാണുന്നത്. ഇറാനിയൻ കപ്പലിനെ തടഞ്ഞു വെച്ചതിലൂടെ അമേരിക്ക ലക്ഷ്യമിട്ടത് ഇറാനെ സാമ്പത്തികമായി തളർത്താനായിരുന്നെങ്കിലും ശക്തമായ പ്രതിഷേധങ്ങൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കുമൊടുവിൽ കപ്പൽ വിട്ടയക്കാൻ അമേരിക്ക നിർബന്ധിതരാവുകയായിരുന്നു. ഇത് മേഖലയിലെ ഇറാന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാനും സഹായിക്കും. നിലവിൽ ജീവനക്കാരുടെ മോചനവും കപ്പൽ തിരികെ ലഭിക്കുന്നതും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ്. എങ്കിലും സമുദ്രപാതയിലെ സമാധാനം ഇനിയും പൂർണ്ണമായും പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അമേരിക്കയുടെ ഉപരോധ നീക്കങ്ങളും ഇറാന്റെ പ്രത്യാക്രമണ ഭീഷണികളും മേഖലയെ ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെ നിർത്തുകയാണ്. വരും ദിവസങ്ങളിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ ശീതയുദ്ധം സമുദ്രമേഖലയിൽ പുതിയ രൂപങ്ങൾ കൈക്കൊള്ളുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. നയതന്ത്ര തലത്തിലുള്ള ഈ വടംവലി പശ്ചിമേഷ്യയുടെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയേക്കാം.